നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളും 100% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു. പന്തല്ലൂർ ജനത UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മാളയിൽ വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറും ബൈക്കും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിരപ്പിള്ളിയിൽ ഇന്നും കാട്ടാനയുടെ ആക്രമണം. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളും 100% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തോടൊപ്പം 100% സാക്ഷരത കൈവരിച്ച നെന്മണിക്കര, കൊടകര, മറ്റത്തൂർ, അളഗപ്പനഗർ, തൃക്കൂർ, വരതിരപ്പള്ളി, പുതുക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ആദരിച്ചു. യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, അമ്പിളി സോമൻ, ബാബുരാജ് KM, അശ്വതി VB, സുന്ദരി മോഹൻദാസ്, K രാജേശ്വരി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, സജിത രാജീവൻ, പോൾസൺ തെക്കുംപീടിക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, മിനി ഡെന്നി പനോക്കാരൻ, EK സദാശിവൻ, ഹേമലത നന്ദകുമാർ, അസൈൻ TK, ടെസി വിൽസൺ, VK മുകുന്ദൻ, സതി സുധീർ, KM ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിൽ ആദരം ഏറ്റുവാങ്ങിയ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്തുകളിലെ മുതിർന്ന പൗരന്മാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കുടുംബശ്രീ, NCC, NSS, സന്നദ്ധ സേവ പ്രവർത്തകർ, യുവതി യുവാക്കൾ തുടങ്ങിയ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ 7 പഞ്ചായത്തുകളിലെ 62,430 കുടുംബങ്ങളിൽ സർവേ നടത്തി 13,293 പഠിതാക്കളെ കണ്ടെത്തി ഡിജിറ്റൽ പരിശീലനം നടത്തിയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ചത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ, അങ്കണവാടി അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ബെന്നി വടക്കൻ നന്ദി രേഖപ്പെടുത്തി. ജനകീയ ലോക്കൽ ബോഡി സംവിധാനങ്ങൾ എന്ന നിലയിൽ വളരെ മാതൃകാപരമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതോടൊപ്പം വളരെ വേഗതയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ തുടങ്ങി. ഡിജി കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ മുമ്പ് ആരംഭിച്ചിരുന്നു. അതിന്റെ സർവേകൾ നടന്നു, പഠിതാക്കളെ കണ്ടെത്തി, കൃത്യമായി നമ്മുടെ വളണ്ടിയർമാരെ രജിസ്റ്റർ ചെയ്തു. വളണ്ടിയർമാർ വീടുകളിലെത്തിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കൂടിയും ആളുകളെ പഠിപ്പിച്ചു. സാക്ഷരതാ മിഷൻ പച്ചമലയാളം കോഴ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ചടങ്ങിൽ 10ാം തരം തുല്യതാ മുതിർന്ന പഠിതാവ് NB അബ്ദുൽ വഹാബിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. ജില്ലാ സാക്ഷരതാ മിഷനും വനിതാ ശിശുക്ഷേമ വകുപ്പും സംയുക്തമായി സാക്ഷരതാ പ്രേരക്മാർക്കും പഠിതാക്കൾക്കും വിവിധ ക്ലാസുകൾ നൽകി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, വനിതാ ശിശുക്ഷേമ ഓഫീസർ P മീര, ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ, സുജിത്ത് BS, വിൻസെന്റ് PD, അജിത് കുമാർ, സണ്ണി AP, സരിത PV, ധന്യ KS, KG തങ്കം, പ്രഭിത, ജോഷി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മാളയിൽ വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറും ബൈക്കും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു.
മാള സ്നേഹഗിരി സ്വദേശി പുന്നക്കൽ ജോസിന്റെ സെലേറിയോ കാറും ബജാജ് CT100 ബൈക്കുമാണ് കത്തിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ തീ കത്തുന്നത് സമീപവാസികൾ കണ്ടതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ മാള ഫയർ ഓഫീസറായ ജിതിൻ രാജിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കുകയായിരുന്നു. വാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ച ബന്ധുവായ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തീപ്പൊള്ളലേറ്റ ഇയാളെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പന്തലൂർ ജനത UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. സൈക്കോ തെറാപ്പിസ്റ്റ് NS സന്തോഷ് ബാബു ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപിക NS അനില, PTA പ്രസിഡന്റ് അജിമോൾ ഷാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി രക്ഷിതാക്കൾ പങ്കെടുത്തു. അപ്പോൾ 9 വയസ്സെന്ന് പറയുന്നത് വളരെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വയസ്സാണ് 7 വയസ്സ് വരെ. നിങ്ങളുടെ കുട്ടി 7 വയസ്സ് വരെ പഠിക്കുന്ന വാക്കുകൾ ഒരിക്കലും ജീവിതത്തിൽ അത്രയും സ്പാൻ ഓഫ് വാക്കുകൾ ജീവിതത്തിൽ പിന്നെ പഠിക്കില്ല. 7 വയസ്സ് വരെ പഠിക്കുന്ന വാക്കുകളുടെ എണ്ണവും പിന്നെ നിങ്ങൾ 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പഠിക്കുന്നതോ അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി കളക്ടറെ കാണാൻ അവരെത്തി. പ്രായം തളർത്തിയ ഓർമ്മയുടെ താളം തെറ്റിയവരും അനാരോഗ്യകരമായ ക്ഷീണമുള്ളവരും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുമായ വയോജനങ്ങൾ ജില്ലാ കളക്ടറുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തി. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയിൽ ഈ ആഴ്ച അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരാണ് മുഖാമുഖത്തിൽ പങ്കെടുക്കാനെത്തിയത്. ജില്ലാ കളക്ടർ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തിയ വയോജനങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ എന്ന ഗാനം കളക്ടറുടെ മുൻപിൽ പാടിയപ്പോൾ 90 വയസ്സുകാരി റുഖിയ ഉമ്മ ഉറ്റവരും ഉടയവരും കൂടെയില്ല എന്ന സങ്കടം ഒരു നിമിഷത്തേക്കെങ്കിലും മറന്നു. മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും പ്രായം മറന്നുകൊണ്ട് മാപ്പിളപ്പാട്ടും കീർത്തനവും ഗസലും പാടിക്കൊണ്ട് ജില്ലാ കളക്ടറോട് വാചാലരായി. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ജില്ലാ കളക്ടറുമായി പങ്കുവച്ചു. അവർ ആദ്യമായി വിമാനയാത്ര ചെയ്തതും ഗൾഫ് കാണാൻ കഴിഞ്ഞതും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജില്ലാ കളക്ടറോട് സംസാരിച്ചു. വാർദ്ധക്യം അനാഥരാക്കിയ പലരും അഗതി മന്ദിരത്തിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം വയോജന അഗതി മന്ദിരത്തിലേക്ക് വരുന്നുണ്ടെന്നും ഒരിക്കൽ കൂടെ ഒരുമിച്ചിരിക്കാം എന്നും കളക്ടർ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരി വിടർന്നു. തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാതയിൽ കയറണമെന്നും സിനിമ കാണണമെന്നും വയോധികർ ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനുള്ള സജ്ജീകരണവും ഒരുക്കിക്കൊടുത്താണ് ജില്ലാ കളക്ടർ 1 മണിക്കൂറോളം നീണ്ട സംവാദം അവസാനിപ്പിച്ചത്. സാമൂഹ്യനീതി വകുപ്പ് ഓർഫനേജ് കൗൺസിലർ ദിവ്യ അഭീഷ്, കൊടുങ്ങല്ലൂർ കൊച്ചന്നോട് മേത്തലയിലെ ദയ അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാരായ ജലീൽ, നസീമ എന്നിവർക്കുമൊപ്പം 30 വയോജനങ്ങളാണ് കളക്ടറേറ്റിൽ എത്തിയത്. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. പ്ലാന്റേഷൻ 10ാം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്ത് ആന കയറി. കടുത്ത ഭീതിയിലാണ് ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളിയായ പോളിയുടെ ക്വാർട്ടേഴ്സിനകത്താണ് ആന കയറിയത്. പിൻവാതിലിലൂടെയാണ് 2 ആനകൾ അകത്തു കയറിയത്. നാട്ടുകാർ എത്തിയതോടെ മുൻവാതിൽ തകർത്ത് ആനകൾ പുറത്തേക്ക് പോവുകയായിരുന്നു. സംഭവ സമയത്ത് പോളിയും കുടുംബവും വീട്ടിൽ ഇല്ലായിരുന്നതിനാൽ ആളപായം ഒഴിവായി. കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള സത്യന്റെ വീടിന്റെ ഒരു ഭാഗവും ആനക്കൂട്ടം തകർത്തിരുന്നു. പ്രദേശത്തെ ഫെൻസിംഗ് കാര്യക്ഷമമല്ലാത്തതിനാലാണ് ആനകൾ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 ദിവസം മുൻപ് മലക്കപ്പാറ അരേക്കാപ്പ് ആദിവാസി നഗറിലെ വീടും കാട്ടാന തകർത്തിരുന്നു. ഒരു നിവാസി ബാലൻ മണിയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർന്നത്. ഷീറ്റ് മേഞ്ഞ വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗം പൂർണ്ണമായും ആന തകർത്തിരുന്നു. സംഭവ സമയത്ത് ബാലൻ മണിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത്. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. സീരിയൽ താരം ശിവാനി മേനോൻ നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് D. നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ പിന്നണി ഗായിക വർഷ വിക്രം മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി ഇളയത്ത് രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രാധേയം നൃത്തവിദ്യാലയം അവതരിപ്പിച്ച രംഗപൂജയും ഉണ്ടായി. കൂടാതെ വിജയദശമി ദിനം വരെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വിജയദശമി ദിനമായ ഞായറാഴ്ച രാവിലെ 7:30 മുതൽ എഴുത്തിനിരുത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മുരിയാട് AUP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗാന്ധി ജയന്തി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി എഡ്വീന വിനോദ് പ്രസംഗം അവതരിപ്പിച്ചു. അധ്യാപകരും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ശുചിത്വ ക്ലബ് കൺവീനർ KK മഞ്ജുകുമാരി നേതൃത്വം നൽകി.
ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ സേവന മനോഭാവം ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇഞ്ചക്കുണ്ട് ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്കൂളും റോഡ് അരികുകളും ശുചീകരിച്ചു. PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ആഞ്ചലി CSC അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ട്രസ്റ്റി തോമസ് കടമ്പിന തടത്തിൽ സന്ദേശം നൽകി. MPTA പ്രസിഡന്റ് ആര്യ അനീഷ്, വൈസ് പ്രിൻസിപ്പാൾ റിൻസി ബിജു, മുൻ PTA പ്രസിഡന്റ് റെജി PJ, സ്കൂൾ ലീഡർ നയന പ്രദീപ്, കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ചേർന്ന് ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഇന്ന് നമ്മൾ ഈ പരിസരവും സ്കൂളും പരിസരവും എല്ലാം ശുചീകരണ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ആരംഭിച്ച ഈ ശുചീകരണ കർമ്മത്തിൽ എല്ലാ PTA അംഗങ്ങളും എല്ലാവരും വളരെ സന്നിഹിതരായിരുന്നു. ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ദേശീയപാത മതിലകം സെന്ററിലായിരുന്നു അപകടം. തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ലോറിയുടെ ഡ്രൈവർ മഹാരാഷ്ട്ര സ്വദേശി ജനാർദ്ദനൻ, രണ്ടാമത്തെ ലോറിയിലുണ്ടായിരുന്ന അഷ്റഫ്, ശരൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മിറക്കിൾ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 4 മണിയോടെ മതിലകം പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. 2 ലോറികളുടെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളും 100% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു. പന്തല്ലൂർ ജനതാ UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മാളയിൽ വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറും ബൈക്കും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിരപ്പിള്ളിയിൽ ഇന്നും കാട്ടാനയുടെ ആക്രമണം. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.